വോട്ടുകൾ പെട്ടിയിലായിട്ടും വടകരയിലെ അംഗങ്ങളി തീർന്നിട്ടില്ല. വോട്ടെണ്ണൽ കഴിഞ്ഞെങ്കിലും അംഗത്തിന്റെ വെറി വടകരയിൽ തീരുമോ? ഇല്ലെന്നാണ് കരുതേണ്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ സംഭവങ്ങൾ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ തുടങ്ങിയ ഇടത് വലത് പോര് ഓരോ ദിവസം കഴിയും തോറും മൂർച്ഛിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഒരുപാട് കണ്ട വടകര ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ആരംഭിച്ച ഇടത് വലത് പോര് മൂർച്ഛിച്ചത് വോട്ട് പെട്ടിയിലായ ശേഷം എന്ന് തന്നെ പറയണം. ഇടതും വലതും ആരോപണ പ്രത്യാരോപണങ്ങളുടെ മുന കൂർപ്പിക്കുകയായിരുന്നു. പിന്നെ തിരഞ്ഞെടുപ്പിന്റെ ചൂടും ആവേശവും മോക്ഷവും ഒക്കെ അടങ്ങി എന്ന് കരുതിയിരിക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ യൂത്ത് അലർട്ട് പരിപാടി വടകരയിൽ നടക്കുന്നതോടെയാണ് എല്ലാം താറുമാറാകുന്നത്. വടകര വർഗീയതയ്ക്കെതിരെ അതിജീവിക്കും എന്ന മുദ്രാവാക്യവുമായി യൂത്ത് അലേർട്ടിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം നടത്തിയത് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിനെതിരെ അതിരൂക്ഷ പരാമർശങ്ങളും ആക്ഷേപങ്ങളുമായിരുന്നു. ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഷാഫിയെ വിടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു റഹീമിന്റെ പരാമർശങ്ങൾ. പ്രസംഗത്തിലാഗമനം ഷാഫിയെ ആക്ഷേപിക്കുകയായിരുന്നു റഹീം. ഈ സംഭവത്തോടെയാണ് പ്രതിരോധിക്കാനായി വർഗീയതയ്ക്കെതിരെ നാട് ഒരുമിക്കണം എന്ന മുദ്രാവാക്യമുയർത്തി UDF RMPയുമായി ചേർന്ന് വടകരയിൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. RMPയുടെ ഇപ്പോഴത്തെ കേന്ദ്ര കമ്മിറ്റി അംഗവും പഴയകാല CPM ബുദ്ധിജീവിയും എഴുത്തുകാരനും പാർട്ടി പത്രത്തിന്റെ മുൻനിര പത്രപ്രവർത്തകനുമായിരുന്ന KH ഹരിഹരന്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ പുതിയ വിവാദ കൊടുങ്കാറ്റിന് കാരണമാവുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിക്കാൻ അവസരം വന്നപ്പോൾ ആവേശം മൂത്ത് LDF സ്ഥാനാർത്ഥി KK ശൈലജയും നടി മഞ്ജു വാര്യയും ചേർത്തൊരു ഹരിഹരൻ ഒരു അശ്ലീല പരാമർശം നടത്തി. CPM നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ അത് ആളിക്കത്തിച്ചു. അത് ഹരിഹരന്റെ വീട്ടിലേക്കുള്ള സ്ഫോടക വസ്തുവേറിൽ വരെ പിന്നീടെത്തി. തന്നിൽ നിന്നുണ്ടായ അബദ്ധത്തിന് അന്നു തന്നെ ഹരിഹരൻ മാന്യമായി ക്ഷമാപണം നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ക്ഷമ കൊണ്ടൊന്നും തീരില്ലെന്ന് CPM അതിന് മറുപടി പറഞ്ഞത് ബോംബുകൾ എറിഞ്ഞുകൊണ്ടായിരുന്നു. ഹരിഹരനോടാവട്ടെ TP ചന്ദ്രശേഖരനോട് ഉള്ള പോലെ തന്നെ കലി CPMഉം ഇന്ന് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പലതവണ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചവരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച ഹരിഹരൻ തലനാടിരയ്ക്കാണ് ഇതിനകം രക്ഷപ്പെട്ടിട്ടുള്ളത്. ഹരിഹരന്റെ വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞതോടെ ബോംബ് സംസ്കാരത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ലെന്ന് CPM വീണ്ടും ആണയിടുന്നതാണ് വടകരയും കേരളവും പിന്നീട് സാക്ഷ്യപ്പെടുത്തേണ്ടി വന്നത്. ചുരുക്കത്തിൽ വോട്ടെടുപ്പിന് ശേഷം CPM ഒരു കലാപ ഭൂമിയാക്കി വടകരയിൽ മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഷാഫി വീഴുമോ ശൈലജ വീഴുമോ എന്നല്ല വടകരക്കാർക്ക് ഇപ്പോൾ മുഖ്യം. വോട്ടെണ്ണലിന് ശേഷം വടകരയുടെ സമാധാന ജീവിതം തകരുമോ എന്നതിലാണ് ഏവർക്കും ആശങ്ക. TP ചന്ദ്രശേഖരന്റെ അരും കൊലയ്ക്ക് ശേഷം ശാന്തമായ വടകരയെ ഹരിഹരന്റെ വീട്ടിൽ ബോംബ് എറിഞ്ഞതിലൂടെ വീണ്ടും അക്രമത്തിലേക്ക് സഞ്ചരിക്കുകയാണ് CPM, അല്ല പിണറായി സർക്കാർ. എക്കാലത്തും ഇടതിന്റെ കോട്ടയായിരുന്ന വടകര UDFന്റെ കരങ്ങളിലേക്ക് എറിഞ്ഞുകൊടുത്തത് CPMന്റെ അക്രമ രാഷ്ട്രീയമാണ്. കഴിഞ്ഞ 15 വർഷമായി വടകര കയ്യിൽ നിന്നും വഴുതി പോയതിന് കാരണവും അത് തന്നെയാണ്. ഈ കാലയളവിൽ P സതീദേവി, AN ഷംസീർ, P ജയരാജൻ തുടങ്ങിയ കരുത്തരെ CPM അംഗത്തിനിറക്കിയിട്ടും വടകരയിലെ ജനങ്ങൾ CPMനെ ചവിട്ടി പുറം തള്ളുകയായിരുന്നു. CPMന്റെ കരുത്തവരെന്ന് നിറപുഞ്ചിരിയോടെ വന്നവരൊക്കെ തോറ്റു തുന്നം പാടി വടകരയിൽ നിന്ന് മടങ്ങി പോവുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് CPMന് കേരളത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തായ മികച്ച പ്രതിച്ഛായുള്ള KK ശൈലജ വടകരയിലേക്ക് CPM ഇറക്കുന്നത്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് 2 ആഴ്ച മുൻപ് ശൈലജ കളം നിറയുകയായിരുന്നു. ടീച്ചറമ്മ എന്ന പരിവേഷവുമായി വിജയം അരക്കിട്ടുറപ്പിച്ച് കൊണ്ടായിരുന്നു KK ശൈലജ മത്സരവേദിയിൽ അരങ്ങു തകർത്തത്. അപ്പോഴാണ് പത്മജ ഉയർത്തിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഒതുക്കാൻ K മുരളീധരന് പകരക്കാരനായി ഷാഫി പറമ്പിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ തേരാളിയെ കോൺഗ്രസ് കളത്തിലിറക്കുന്നത്. പാലക്കാട് BJPയും CPMനെയും എന്നും ശ്വാസം മുട്ടിച്ച് ഷാഫിയുടെ വടകരയിലേക്കുള്ള വരവ് മുതൽ തന്നെ CPM അസ്വസ്ഥമായിരുന്നു. തുടർന്നാണ് ആരോപണ പ്രത്യാരോപണ ശരങ്ങൾ ഷാഫിക്കെതിരെ അങ്കത്തട്ടിൽ കുരമ്പുകളായി തൊടുക്കപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കുമ്പോൾ ഇടത് സ്ഥാനാർത്ഥിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചും ഫോട്ടോകൾ മോർഫ് ചെയ്തും പ്രചരിപ്പിച്ചെന്നായിരുന്നു ഇടത് മുന്നണി ഷാഫിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ.
സംഭവത്തിൽ കെ ശൈലജ പരാതി നൽകുകയും 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെ ഇതൊന്നും തനിക്കറിയില്ലെന്നും അത്തരമൊരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഒന്ന് കാണാനെങ്കിലും തരുമോ എന്നും ആവശ്യപ്പെട്ട് ഷാഫിയും രംഗത്ത് വന്നതോടെ ഷാഫിക്കെതിരെ ഉയർത്തിയ വിവാദം പെട്ടെന്നണഞ്ഞു. വ്യക്തിപരമായി തന്നെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് മറു കേസുമായി ഷാഫി രംഗത്ത് വന്നതോടെയാണ് താൻ വീഡിയോയെ പറ്റി പരാതി പറഞ്ഞിട്ടില്ലെന്ന് കെ ശൈലജയും അല്ല വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് MV ഗോവിന്ദനും രംഗത്ത് വരുന്നത്. പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഇതൊക്കെ നടക്കുന്നത്. എന്നാൽ പോളിംഗ് കഴിഞ്ഞതോടെ ഷാഫി വർഗീയ പ്രേരണം നടത്തി വോട്ട് പിടിച്ചെടുത്തു എന്നാരോപിച്ച് CPM DYFI വീണ്ടും രംഗത്തെത്തി. അതിന്റെ ഭാഗമായിട്ടാണ് DYFI നേതൃത്വത്തിൽ വടകരയിൽ യൂത്ത് അലേർട്ട് നടത്തുന്നത്. പരിപാടി ഉദ്ഘാടനം ചെയ്ത A റഹീം ആവട്ടെ ഷാഫിയെ രാഷ്ട്രീയ കുമ്പിടി എന്ന് അധിക്ഷേപിച്ചു. പാലക്കാട് മൃദു ഹിന്ദുത്വവും വടകരയിൽ മത ന്യൂനപക്ഷ വർഗീയതയും ഉയർത്തിയാണ് ഷാഫി വോട്ട് തേടിയത് എന്നായിരുന്നു റഹീം ഉന്നയിക്കുന്ന ആരോപണം. പാലക്കാട് ഷാഫി കാവ്യ പുതച്ച് നടന്നു. വടകരയിൽ എത്തിയപ്പോൾ ആ പുതപ്പ് മാറ്റി. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷമാണ് ഷാഫി എന്ന് വരെ റഹീം ഷാഫി അധിക്ഷേപിച്ചു. ഇതിനെല്ലാമുള്ള മറുപടിയായിട്ടാണ് UDF RMB പൊതുസമ്മേളനം നടത്തുന്നത്. അത് പക്ഷേ വിവാദത്തിലും ഹരിഹരന്റെ വീടിന് നേരെയുള്ള ആക്രമണത്തിലും കലാശിക്കുകയായിരുന്നു. പാനൂരിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊട്ടിയ ബോംബിനെ പേടിക്കുന്ന വടകര ഇനിയൊരു നാദാപുരം പോലും ആവർത്തിക്കാതിരിക്കുമോ എന്നാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനമനസ്സുകൾക്കിടയിൽ അകൽച്ചയുടെ വിത്തുകൾ പാകരുതെന്നും അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ബോംബുകളുമായി രാഷ്ട്രീയം കളിക്കുന്ന CPM ഇത് അംഗീകരിക്കുമോ? CPM ബോംബുകളും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതും എറിയുന്നതും നിർത്തില്ലെന്ന് വടകരയിലെയും പാനൂരിലെയും സംഭവങ്ങൾ തെളിയിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ സംഭവങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA അന്വേഷണങ്ങൾ ഉണ്ടാവുന്നില്ലെന്നതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. UMPA കേസെടുക്കേണ്ട സംഭവങ്ങളിൽ പോലും NIA ഇടപെടലും അന്വേഷണവും ഉണ്ടാവാത്തതിന് പിന്നിലും BJP CPM ബന്ധവുമാണോ എന്നതാണ് സംശയം ഉണ്ടാക്കുന്നത്. വടകരയുടെ മനസ്സ് വേറെ എന്നാണ്, ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെതാണ്. CPM-നോട് സാധാ ജനത്തിന് ഭയമായിരുന്നു. പിണറായിയെയും CPM-നെയും സാധാരണ ജനം വെറുക്കുകയാണെന്ന് വോട്ടെണ്ണുമ്പോൾ അത് ലോകം അറിയും.